രാജ്യത്തെ നടുക്കിയ മംഗളൂരു വിമാന ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 16 വർഷം. 52 മലയാളികളും 6 എയർ ഇന്ത്യ ജീവനക്കാരും ഉൾപ്പെടെ 158 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. മഹാദുരന്തമുണ്ടായി വർഷങ്ങൾക്കിപ്പുറവും ന്യായമായ നഷ്ടപരിഹാരം ലഭിക്കാതെ കോടതി കയറിയിറങ്ങുകയാണ് മരിച്ചവരുടെ ബന്ധുക്കളും ആശ്രിതരും. 2010 മെയ് 22 പുലർച്ചെ 6:20 എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 812 ബോയിംഗ് വിമാനം അപകടത്തിൽപ്പെട്ടത്. രാജ്യത്തെ നടുക്കിയ വിമാന അപകടങ്ങളിൽ ഒന്നായിരുന്നു മംഗളൂരു വിമാന ദുരന്തം. 52 മലയാളികളും 6 എയർ ഇന്ത്യ ജീവനക്കാരും ഉൾപ്പെടെ 158 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. അപകടത്തിൽ പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് 8 പേർ മാത്രമാണ്. പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകടത്തിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ വിമാന ദുരന്തം നടന്ന് 1.5 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മരിച്ചവരുടെ ആശ്രിതർക്ക് കൃത്യമായ നഷ്ടപരിഹാരം ഇനിയും ലഭിച്ചിട്ടില്ല. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ നടത്തുന്ന നിയമ പോരാട്ടം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ആശ്രിതർക്ക് മാന്യമായ തുക നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇന്റർനാഷണൽ മോൺട്രിയൽ കൺവെൻഷൻ 1999 പ്രകാരം എയർ കാരിയർ ലയബിലിറ്റി നിയമം അനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നാണ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം. മാംഗ്ലൂർ എയർകാഷ് വിത്തിം ഫാമിലി അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് ഒരു 19ഓളം സജീവ പ്രവർത്തകരുണ്ടായിരുന്നു. ഈ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ആയതോടുകൂടി അവരൊക്കെ വിട്ടുപോയി. ഞങ്ങൾ 4 പേരായിരുന്നു ബാക്കിയുള്ളത്. 4-ൽ 3 പേരും മരിച്ചുപോയി. അവർ 2022 വരെ ഒറ്റയാൾ പോരാട്ടം നടത്തി. അതിനുശേഷം ഇവർ ഡിവിഷൻ ബെഞ്ച് സ്റ്റേയുടെ പേര് പറഞ്ഞിട്ട് ഈ 10 വർഷമായി ഈ കേസ് കംപ്ലീറ്റ് റിട്ട് ചെയ്തവർ കേസ് ഒഴിവാക്കാൻ ശ്രമം നടത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേ വിടൂല എന്നുള്ളതിൽ ഞാൻ കോഴിക്കോട് എയർകാഷിൽ കേസ് നെഗോസിയേഷൻ ചെയ്ത് നല്ല സെറ്റിൽമെൻറ്റ് വാങ്ങിച്ചു കൊടുത്ത ആരിഫ് അസോസിയേറ്റായിട്ട് ബന്ധപ്പെട്ടു. അവരെ സഹായത്താൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫൈനൽ ഹിയറിങ്ങിനാണ് കേസുള്ളത്. രാജ്യത്തെ മറ്റ് വിമാന അപകടങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചപ്പോഴും ഈ അപകടത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. കോഴിക്കോട് വിമാനാപകടത്തിൽ മരിച്ചവർക്ക് എയർ ഇന്ത്യ കൃത്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. എന്നാൽ മംഗളൂരു ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും എയർ ഇന്ത്യ പരിഹസിക്കുകയാണെന്നാണ് മരിച്ചവരുടെ ആശ്രിതരുടെ ആരോപണം. 16 വർഷമായി നീതി ലഭിക്കുന്നതിനു വേണ്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർ നടത്തിവരുന്ന നിയമ പോരാട്ടത്തെ സാങ്കേതികത്വം പറഞ്ഞ് നഷ്ടപരിഹാരം നൽകാതെ നിരസിക്കുകയാണ് എയർ ഇന്ത്യ മാനേജ്മെൻറ്റ് ചെയ്യുന്നതെന്ന് അസോസിയേഷൻ പറയുന്നു. ഓഗസ്റ്റിൽ അന്തിമ തീരുമാനത്തിന് മാറ്റിവെച്ച വിധി തങ്ങൾക്ക് അനുകൂലമാവുന്ന പ്രതീക്ഷയിലാണ് വിക്ടിംസ് ഫാമിലി അസോസിയേഷൻ കാത്തിരിക്കുന്നത്. 16 വർഷം കഴിഞ്ഞിട്ടും മംഗളൂരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരോടും കുടുംബങ്ങളോടും എയർ ഇന്ത്യ നീതിരഹിതമായാണ് പെരുമാറുന്നത്. പക്ഷേ അവർ കാത്തിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.